ഏഷ്യ കപ്പ് അങ്ങനെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇപ്രാവശ്യം T20 ഫോർമാറ്റ് ആയതുകൊണ്ട് ഒരുപാട് യുവതാരങ്ങളാണ് ഏഷ്യ കപ്പിൽ കളിക്കുന്നത്. രോഹിത് ശർമ്മയും കോഹ്ലിയും ഇത്തവണ ഏഷ്യ കപ്പിലില്ല. അവരെ T20യിൽ നിന്ന് നേരത്തെ തന്നെ വിരമിച്ചതാണ്. ഇന്ത്യയുടെ മെയിൻ ഓപ്പണർ സഞ്ജു സാംസൺ ആണ്. അപ്പോൾ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഏഷ്യ കപ്പിൽ സഞ്ജു സാംസൺ തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. സെപ്റ്റംബർ 9-നാണ് ഏഷ്യ കപ്പ് ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ മാച്ച് സെപ്റ്റംബർ 10-നാണ്. UAE ആണ് എതിരാളികൾ. ഇന്ത്യ ഈസിയായിട്ട് ജയിക്കുമെന്നത് ഉറപ്പാണ്. പക്ഷേ ഇന്ത്യക്ക് എതിരാളികൾ പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാനുമായുള്ള മാച്ചിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് 2 ഓപ്പണർമാരാണുള്ളത്. ഒന്ന് സഞ്ജുവും മറ്റേത് ജയ്സ്വാളുമാണ്. ബാക്കപ്പായിട്ട് അഭിഷേക് ശർമ്മയും ടീമിലുണ്ട്. അതുപോലെ തന്നെ സൂര്യകുമാറും തിലക് വർമ്മയും ആദ്യത്തെ 3-4 സ്ഥാനങ്ങളിൽ കളിക്കും. അതുപോലെ ബാക്കപ്പ് കീപ്പറായിട്ട് ജിതേഷുമുണ്ട്. സഞ്ജുവാണ് മെയിൻ കീപ്പർ. ഋഷഭ് പന്ത്, ഇഷാൻ കിഷൻ തുടങ്ങിയവർ ടീമിൽ ഉണ്ടായിരിക്കില്ല. ശ്രേയസ് അയ്യർക്കും ടീമിൽ സ്ഥാനം കിട്ടില്ലെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, റിയാൻ പരാഗ് തുടങ്ങിയ താരങ്ങൾ ടീമിൽ ഉണ്ടായിരിക്കും. അതുപോലെ ശിവൻ ദുബയും ഓൾറൗണ്ടറായിട്ട് ടീമിൽ ഇടം പിടിക്കും. ബൗളിംഗിൽ ജസ്പ്രീത് ബുംറ ഉണ്ടായിരിക്കില്ല. യുവതാരങ്ങളായിരിക്കും കൂടുതലും ബൗളേഴ്സിന്റെ ഭാഗത്ത് ഉണ്ടാവാൻ പോകുന്നത്. രവി ബിഷ്ണോയ്, അർഷദീപ് സിംഗ് തുടങ്ങിയവരും ടീമിൽ ഇടം പിടിക്കും. ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് ശക്തമായ എതിരാളി പാകിസ്ഥാനാണ്. ഏഷ്യ കപ്പിൽ ഇന്ത്യ കളിക്കില്ലെന്ന തീരുമാനം നേരത്തെ എടുത്തതായിരുന്നു. പിന്നീടാണ് അത് മാറ്റി ഇന്ത്യ ഏഷ്യ കപ്പിൽ കളിക്കാൻ തീരുമാനിച്ചത്. സഞ്ജുവിന് സാധാരണ ഏഷ്യ കപ്പിൽ എടുക്കാറില്ല. ഇപ്രാവശ്യം ഗംഭീറും സൂര്യകുമാറും നല്ല സപ്പോർട്ടാണ് സഞ്ജുവിന് കൊടുത്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ സഞ്ജു ഏഷ്യ കപ്പിൽ കളിക്കാൻ പോകുന്നത്. സഞ്ജു അവിടെ തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. ഇപ്രാവശ്യത്തെ ഏഷ്യ കപ്പ് ഇന്ത്യ നേടാൻ സാധ്യത കൂടുതലാണ്. ക്രിക്കറ്റ് ലോകം മൊത്തം ഉറ്റുനോക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മാച്ചിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഏഷ്യ കപ്പിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.